പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും ചേർന്ന് മഴക്കാല പൂർവ്വ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗം സംഘടിപ്പിച്ചു. CH ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TC രമേശ ഉദ്ഘാടനം ചെയ്തു. എല്ലാ വർഷവും നമ്മൾ ഇങ്ങനെയുള്ള സെക്ടർ മീറ്റിംഗ് വിളിച്ചു ചേർത്ത് മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളെ കുറിച്ചും നമ്മൾ ചെയ്യേണ്ട മുന്നൊരുക്കങ്ങളെ കുറിച്ചൊക്കെ എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ ഇന്നും എല്ലാ വിഭാഗങ്ങളെയും വിളിച്ചിട്ടുള്ള ഒരു മീറ്റിംഗാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ മീറ്റിങ്ങൾ നമുക്ക് അറിവുകളില്ലായിട്ടോ അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ള അറിയാനിട്ടോ അല്ല, എങ്കിലും ചെയ്യേണ്ട കാര്യങ്ങൾ ഓരോ സമയത്തും സീസണിലും അസുഖങ്ങളുടെ അവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുക, പകർച്ചവ്യാധികളുടെ അവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുക. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്ന, പ്രത്യേകിച്ച് സ്കൂളുകളിൽ ഉണ്ടാകുന്ന, പല മേഖലകളിൽ ഉണ്ടാകുന്ന അസുഖങ്ങളെ കുറിച്ച്, പകർച്ചവ്യാധി, കൊതുകുജന്യ ജലജന്യ രോഗങ്ങളൊക്കെ തടയുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം എന്തുകൊണ്ട് നമുക്ക് പോകാനും. മഴയ്ക്ക് മുൻപ് മഴക്കാലവും പകർച്ചവ്യാധികളുമായി ബന്ധപ്പെട്ടുള്ള മുന്നൊരുക്കങ്ങൾക്കാണ് യോഗം ചേർന്നത്. മഴയ്ക്ക് മുൻപ് ചെയ്യേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് അമ്പ്രക്കാട് വിശദീകരിച്ചു. കുട്ടികൾ വാക്സിൻ എടുക്കാത്തതിന്റെ ഫലമായി വ്യാപകമായി മീസിൽസ്, റുബെല്ല ഉൾപ്പെടെയുള്ള രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നതിനെക്കുറിച്ച് പബ്ലിക് ഹെൽത്ത് നഴ്സ് റെജീന വിശദീകരിച്ചു. പാണ്ടിക്കാട് ടൌണിൽ ലോക ഡെങ്കു ദിനമായ മെയ് 16 എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പാണ്ടിക്കാട് ടൌൺ ശുചീകരണം സംഘടിപ്പിക്കുമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു. ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TK റാബിയത്ത് അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫെമിന, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ വിശ്വജിത്ത്, കിഷോർ ബാലൻ, T രമ്യ, ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ, ആശാവർക്കർമാർ, കുടുംബശ്രീ പ്രവർത്തകർ, പോലീസ് വോളണ്ടിയേഴ്സ്, സിവിൽ ഡിഫൻസ് അംഗങ്ങൾ, ആയുർവേദ ഡോക്ടർ, ഹോമിയോ ഡോക്ടർ, ICDS സൂപ്പർവൈസർ, പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളിലെയും പ്രധാനാധ്യാപകർ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, പാണ്ടിക്കാട്.